divide the world of data. Let's look back. Last class we mastered basic shapes. We talk about circles, rectangles, triangles and squares. So children, can you tell me what is this? What is this? This is a triangle. How many sides does triangle have? 3 sides. And this one is, what is this? Can you tell me which shape is this? This is a square. This is a square. How many sides does square have? 4 sides. How many sides? 4 sides. Next one is, which shape is this? This is a circle. And how many sides? No sides. No sides, no corners, nothing. It's a circle. Next one is rectangle. How many sides does rectangle have? 4 sides. 4 sides. Okay. So, children, today we are going to learn something very interesting. Do you know that? Data handling. What it is? Data handling. Did you hear about this? Data handling? No. Imagine we have a basket of different fruits. If I ask you how many apples we have, you have to count that. That information we call it as data. അതായത് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ ബാസ്ക്കറ്റ് ഉണ്ട്, ബാസ്ക്കറ്റിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അതിൽ ആപ്പിൾ എത്ര എണ്ണാണെന്ന് നിങ്ങളോട് ഇത് ചോദിക്കുകയാണ്. അപ്പം നിങ്ങളത് എണ്ണി നോക്കിയാലാണ് നിങ്ങൾക്ക് എത്ര ആപ്പിൾ ഉണ്ടെന്ന്, അതിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടോയെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു വിവരത്തെ നമ്മൾ ശേഖരിക്കുന്നതിനെയാണ്, ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്? സോ ചിൽഡ്രൻ, ക്യാൻ യു കൗണ്ട് സംതിങ് ഇൻ യുവർ ക്ലാസ് റൂം? അതായത് ഇപ്പം ഞാൻ ഇരിക്കുന്നത്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ക്ലാസ് റൂമിലാണ് അല്ലേ? അപ്പോൾ ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ്? ചെയർ ഉണ്ട് അല്ലേ? ചെയർ ഉണ്ട്. സ്റ്റുഡൻസിനെ നമുക്ക് കൗണ്ട് ചെയ്യണം അല്ലേ? ഇന്നിപ്പോൾ ടീച്ചർമാർ വന്നിട്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടീച്ചർമാർ വന്നിട്ട് പ്രസൻസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് വേണം പ്രിൻസിപ്പളിനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എല്ലാ ദിവസവും പ്രസന്റ് എടുത്തിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് പ്രസന്റ് എടുക്കുന്നവരുണ്ട്, പ്രസന്റ് എടുക്കുന്ന ടീച്ചർമാരുണ്ട്. കാരണം അത് ആ ക്ലാസ്സിനൊന്നും ലാഗപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്രസൻസ് അവസാനം എടുക്കുന്നത്. അപ്പം അത് എത്ര പേരിന്ന് വന്നിട്ടുണ്ട്, എത്ര പേരിന്ന് വരാത്തതായിട്ടുണ്ട്, പിന്നെ എത്ര പേരിന്ന് 10 ദിവസം മുടങ്ങിയിട്ടവരുണ്ട്, പിന്നെ എത്ര പേര് ഇന്ന് വന്നു പിന്നെ നാളെ മുടങ്ങുന്നു, പിന്നെ മറ്റന്നാൾ വരുന്നു, പിന്നെ അതിൻ്റെ അങ്ങനെ മുടങ്ങുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നു, അങ്ങനെയുള്ളവരുണ്ടാവും അല്ലേ? പിന്നെ അപ്പം അതൊക്കെ ആ ഒരു ഇതിലെ കണക്കിലെടുത്തുകൊണ്ടാണ് ടീച്ചർമാർ പ്രസൻസ് എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ക്യാൻ യു കൗണ്ട് സംതിങ് ഇൻ യുവർ ക്ലാസ് റൂം? അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ചെയേഴ്സ് ആണ് കൂടുതലുള്ളത് അല്ലേ? പിന്നെ സ്റ്റുഡൻസ് ആണ് അല്ലേ? അപ്പം ചെയേഴ്സ് എത്ര എണ്ണം ഉണ്ട്, സ്റ്റുഡൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കിയാലാണ് അത് എണ്ണി നോക്കിയാലാണ് നമുക്കത് എത്ര എണ്ണാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലേ? കൗണ്ട് ചെയ്താലാണ് നമുക്ക് എത്ര ചെയേഴ്സ് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് വന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ കളക്ട് ചെയ്യുന്നതിനാണ്, ആ വിവരത്തെ നമ്മൾ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി പിക്ടോഗ്രാഫ്. നമ്മൾ ഡാറ്റനെ കണ്ടു അല്ലേ? ഇനി പിക്ടോഗ്രാഫ് എന്തായിരിക്കും? പിക്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ now instead of writing numbers, what if we use pictures is called pictograph. അതായത് നമ്മൾ ചിത്രങ്ങൾ കാണിച്ച് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 3 ഫ്രൂട്ട്സിന്റെ പേര് എഴുതുന്നത്. ബനാന, ദെൻ മാംഗോ, ദെൻ ഓറഞ്ച്. ബനാന, മൂന്നെണ്ണം ആയിക്കോട്ടെ. മാംഗോ, ദെൻ ഇതിൽ ഏതാണ് ടോപ്പിൽ നിൽക്കുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് വിച്ച് ഫ്രൂട്ട് ഡു യു ലൈക്ക് എന്ന് പറയുമ്പോൾ, വിച്ച് ഫ്രൂട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ഇതിൽ
കൂടുതൽ ആൾക്ക് ഇഷ്ടം ബനാനയാണല്ലേ. അപ്പം ബനാനയാണ് എത്രയാ 3 ബനാന. അതിനെയാണ് നമ്മൾ വിച്ച് ഫ്രൂട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ബനാനയാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം അല്ലേ. ബനാന 3 ബനാന. അപ്പോൾ പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്? 1 smiley equals 1 student. അതായത് പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് എന്തായിരിക്കും? പിക്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്. ബാർഗ്രാഫ് എന്തായിരിക്കും? അതായത് ചിത്രങ്ങൾക്ക് പകരം ബാർ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാർഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3, 2, 1 ഇവിടെ ഞാൻ ABM എടുത്തു. ഇവിടെ ഞാൻ ഇങ്ങനെ ഇട്ടു, പിന്നെ ഇങ്ങനെ ഇട്ടു, പിന്നെ ഇങ്ങനെ ഇട്ടു. അപ്പം ഇതിലേതാണ് ഹയസ്റ്റ് വന്നിട്ട്? 2 ആണോ 3 ആണോ? 2 ആണ് അല്ലേ. വിച്ച് ഇസ് ഹയസ്റ്റ്? 2 അല്ലേ. കാരണം taller the number, taller the bar, bigger the number. അതാണ് വരുന്നത്. taller the bar, bigger the number. അതാണ് ബാർ ഗ്രാഫിൽ വരുന്നത്. അതായത് പിക്ചേഴ്സിന് പകരം നമ്മൾ ബാറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നു. സോ ചിൽഡ്രൻ ക്യാൻ യു ടെൽ മീ വിച്ച് ഇസ് ഹയസ്റ്റ്? ഇതിലെ ഏത് ബാറാണ് ഏറ്റവും കൂടുതൽ നീളം? ഏത് ബാറായിരിക്കും? ഏത് ബാറാണ്? ഏത് ബാറാണ്? 2 അല്ലേ. 2 ആണ് ഉത്തരം വന്നിട്ട്. ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സിന്, അത് ചിത്രങ്ങൾക്ക് പകരം നമ്മൾ ബാർ യൂസ് ചെയ്യുന്നതിന് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ 1 car equal to 2 student എന്ന് പറയും. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറും ബൈക്കും എടുത്തു. ഒരു കാർ ഇങ്ങനെ ആയിക്കോട്ടെ, ദെൻ ബൈക്ക് ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പം സന്ദർഭങ്ങൾ വെച്ചാൽ കാറിൽ 2 students ആണ്. സോ ബൈക്കിന് 2 student ആണ് കാറിനുള്ളത്. അപ്പോൾ ബൈക്കിന് വരുമ്പോൾ ബൈക്ക് എന്ന് പറയുമ്പോൾ 6 students ആയി. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ വരും. 1 car എന്ന് പറയുമ്പോൾ 2 student വരും. അപ്പം നമ്മൾ മുന്നത്തിൽ പറഞ്ഞു 1 smiley എന്ന് പറയുമ്പോൾ 1 student ആണ് പറഞ്ഞു. ചില സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ വരുന്നത്. So children, which one do you like more, pictograph or bar graph? For me, both I like. Okay, so thanks for watching. See you next video. Bye.